ക്രൈസ്തവ ലോകം പീഡനാനുഭവ വാരത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നു മുതൽ ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം കഷ്ടാനുഭവ ആഴ്ച എന്നറിയപ്പെടുക. യേശുവിൻ്റെ പീഡനസഹനവും കുരിശുമരണവും ഉയർപ്പുമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകത. മനുഷ്യപാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽത്ത മലയിലേക്ക് കുരിശും വഹിച്ചുള്ള യേശുവിൻ്റെ കുരിശുയാത്രയും തുടർന്ന് 2 കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചതിൻ്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെയും ഓർമ്മാചരണമാണ് പീഡനാനുഭവ വാരം അഥവാ കഷ്ടാനുഭവ ആഴ്ച. ഓശാന ഞായറാഴ്ച ആരംഭിച്ച് പെസഹ ബുധൻ, പെസഹ വ്യാഴവും കടന്ന് വിശ്വാസികൾ ദുഃഖവെള്ളിയിൽ കുരിശിൻ്റെ വഴിയിൽ നീങ്ങും. ദുഃഖശനി പിന്നിട്ട് പ്രത്യാശയുടെ തിരുനാളായ ഉയിർപ്പ് തിരുനാൾ അഥവാ ഈസ്റ്ററിലേക്ക് പ്രവേശിക്കും. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച് നടത്തുന്ന ഓശാന ഞായർ ആചരണമാണ് ഈ ഞായറാഴ്ചയുടെ തുടക്കം. ചിലയിടങ്ങളിൽ ഓശാന തിരുനാൾ എന്നും മറ്റിടങ്ങളിൽ കുരുത്തോല തിരുനാൾ എന്നും അറിയപ്പെടും. സൈത്തിൻ ചില്ലകളുമായി യേശുവിന് ഓശാന പാടിയ ജെറുസലേം നിവാസികളുടെ ഘോഷയാത്രയെ അനുസ്മരിച്ചാണ് ഓശാന തിരുനാൾ നടത്തുന്നത്. 50 നോമ്പിൻ്റെ അവസാന ആഴ്ച പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും ഉപവാസത്തിനും പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളാണ്.